ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളൊരു ചൂരിദാറിൽ നിന്ന് അളവെടുത്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ചൂരിദാർ കട്ട് ചെയ്തെടുക്കുക എന്നാണ് കാണിച്ചു വരുന്നത്. അപ്പോൾ നമുക്കിതൊരു റെഡിമെയ്ഡ് ചൂരിദാറാണ്. അപ്പോൾ ഈ ഒരു ചൂരിദാറിൽ നിന്നാണ് നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഷോൾഡറൊക്കെ അല്പം കൂടുതലാണുള്ളത്. ചെസ്റ്റ് അളവിനനുസരിച്ച് ഷോൾഡറൊക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തതെന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂരിദാറിൻ്റെ നമ്മൾ ആദ്യം അളവെടുക്കുന്നത് ലെങ്ത്താണ് നമ്മൾ അളവെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചൂരിദാറിൻ്റെ നീളത്തിന് വേണ്ടി നമ്മൾ ഇവിടെ ഷോൾഡറിൻ്റെ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് എത്രയാണോ ലെങ്ത്ത് ആവശ്യം, നമുക്ക് ഫുൾ ലെങ്ത് ആണെങ്കിൽ ഫുൾ ലെങ്ത്ത് അതിനനുസരിച്ച് നമ്മൾ അളവെടുക്കാം. നമുക്കിത് 43 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്ന ഭാഗത്തുള്ള അളവാണ് എടുക്കുന്നത്, രണ്ടാമതായി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം ഈ ഒരു തോളിൻ്റെ ജോയിൻറ്റിൽ നിന്ന് ഈ ഒരു തോളിൻ്റെ ജോയിൻറ്റിലേക്ക് രണ്ടാമത്തെ ജോയിൻറ്റിലേക്ക് നമ്മൾ എടുക്കുന്നു. നമുക്കിത് 18 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, 18 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടിന് വേണ്ടി നമ്മളൊരു 13.5 ഇഞ്ച് മുകളിൽ നിന്ന് ഒരു 13.5 ഇഞ്ച് ഇറക്കി ആ ഒരു ഭാഗത്താണ് നമ്മൾ അളവെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വരുന്ന അളവ് കണ്ടോ, നമ്മുടെ ഇതുപോലെ നേരെ ടേപ്പിൽ പിടിച്ചാൽ നമുക്ക് കിട്ടുന്ന അളവ് 16 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. കേട്ടോ, 16 ഇഞ്ച്. ഇനി നമുക്കിതിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗം, നമ്മുടെ ഓപ്പണിൻ്റെ ഭാഗമാണ്, നമ്മൾ സ്ലിറ്റിൻ്റെ ഇറക്കമാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയുള്ള അളവാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടോ, സ്ലിറ്റ് നമ്മുടെ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം നമ്മളൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ, മുകളിൽ നിന്ന് കണ്ടോ ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് ഇവിടെ നിന്ന് നമ്മുടെ ലെങ്ത്ത്, നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗം നമ്മൾ അളവെടുക്കും. നമുക്കിത് 23 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ചൂരിദാർ റെഡിമെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഓൾട്രേഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പൺ ഭാഗം നമുക്ക് കൂടുതലാണ് ഉള്ളത്, മടങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ ഓപ്പൺ വരുന്ന ഭാഗം വരെയുള്ളത് അത് നമുക്ക് അളവെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കറക്റ്റ് തുണിയെ നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ ഈ ഓപ്പണിൻ്റെ ഭാഗത്ത് കണ്ടോ, സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് എത്രയാണോ അളവുള്ളത് നമുക്ക് 20 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു 20 ഇഞ്ച് നമ്മൾ എഴുതി വെക്കുന്നു. ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ബോട്ടം ഭാഗത്ത് വരുന്ന ലൂസ് 21.5 ഇഞ്ചാണ്. ആ അളവ് നമ്മൾ അത് തന്നെയാണ് വെക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്താണ് നമുക്ക് അളവെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കൈ ഇതുപോലെ നല്ലവണ്ണം നിവർത്തി ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ താഴോട്ടേക്ക് നമ്മുടെ കൈയുടെ ലെങ്ത്ത്, സ്ലീവ് ലെങ്ത്ത് എത്രയാണോ ഉള്ളത്, നമുക്ക് 18 ഇഞ്ചാണ് ഉള്ളത്. നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് കൈ ഫിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് കറക്റ്റ് ലെങ്ത്ത് എടുക്കുക, 18 ഇഞ്ച്. ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ താവ് വരുന്ന ബോട്ടം വരുന്ന ഭാഗത്തുള്ള ലൂസ് 4.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് 9 ഇഞ്ചാണ് നമുക്ക് റൗണ്ട് അളവ് വരുന്നത്. ഇനി നമ്മൾ നെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് നെക്കിൻ്റെ ഇറക്കം അളവെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കണ്ടോ, നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗം കറക്റ്റ് കണ്ടോ, നമ്മുടെ ആ ഒരു ജോയിൻറ്റ് വരുന്ന ബാക്ക് പീസും ഫ്രണ്ട് പീസും ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗത്ത് കറക്റ്റ് ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് നമ്മൾ അളവെടുത്താൽ നമുക്ക് ഇറക്കം കറക്റ്റായി കിട്ടും. നമുക്ക് കണ്ടോ, നമുക്കത് 5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്, 5 ഇഞ്ച്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് ഈ ഒരു ടോപ്പ് 2.5 ഇഞ്ചാണുള്ളത്. നമ്മളൊരു 1/2 ഇഞ്ച് കൂടി കൂട്ടി 3 ഇഞ്ചിലാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, നമുക്ക് മാർക്ക് ചെയ്യാൻ നമുക്ക് ബാക്ക് നെക്ക് 3 ഇഞ്ചിലാണ് നമ്മൾ ഇറക്കി മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ നമുക്ക് ഈ ഒരു ചൂരിദാറിൽ നിന്ന് നമുക്ക് ചെസ്റ്റ് അളവ് കണ്ടെത്താം. അപ്പോൾ നമുക്കിവിടെ 18 ഇഞ്ചാണ് നമുക്കിവിടെ ടോട്ടൽ അളവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് റൗണ്ട് അളവ് വരിക 36 ഇഞ്ചായിരിക്കും. 18 ഇഞ്ചിൻ്റെ നേരെ ഇരട്ടി 36 ഇഞ്ച്. അപ്പോൾ ആ ഒരു 36-ൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് കുറച്ചാൽ നമുക്ക് 32 ഇഞ്ച് കിട്ടും. ആ 32 ഇഞ്ചായിരിക്കും ഈ ഒരാളുടെ ബോഡിയുടെ ചെസ്റ്റ് അളവ്. ബോഡിയിൽ നിന്നാണ് അളവെടുക്കുന്നതെങ്കിൽ നമുക്ക് ആ 32 ഇഞ്ചായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ആ ചെസ്റ്റ് അളവിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചൂരിദാറിൻ്റെ പീസാണിത്. അപ്പം നമ്മുടെ ചൂരിദാറിൻ്റെ പീസിൽ ഈ ഒരു ഭാഗം നമുക്ക് ഫ്രണ്ട് പീസാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ചൂരിദാറിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന പീസാണ്, ഫ്രണ്ട് ഭാഗമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ബോട്ടം ഭാഗമാണ് ഈ ഒരു തുണി വരുന്നത് കേട്ടോ. ഈ ഒരു ഡിസൈൻ വരുന്നത് ഫ്രണ്ട് പീസിൻ്റെ ബോട്ടം ഭാഗമാണ്. അതുപോലെ തന്നെ നമുക്കിത്
ഇവിടെ കണ്ടോ, ഇത് നമ്മുടെ സ്ലീവിൻ്റെ പീസാണ്. രണ്ട് സൈഡിലും നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഡിസൈൻ ഉണ്ട്. കണ്ടോ, സ്ലീവിൻ്റെ താഴ്വശത്ത് വരുന്ന ഡിസൈൻ. ഇത് നമ്മുടെ ബാക്ക് പീസാണ്. കണ്ടോ, ഇത് നമ്മുടെ ബാക്ക് പീസാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ ബോർഡർ ഭാഗമാണ് ബോട്ടം ഭാഗത്ത് വരുന്നത് ഉള്ളത്. ഇനി നമുക്കിവിടെ കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള ഈ ഒരു മാർക്കിൽ കൂടി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് കണ്ടോ, ഈ ഒരു ബോട്ടം ഭാഗത്ത് വരുന്ന തുന്നത്തുണി കൂടി എക്സ്ട്രാ വെച്ചിട്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ. നമ്മളത് കട്ടിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് കണ്ടോ, ഈ ഒരു ഡിസൈനെ ഇതുപോലെ വെച്ച് നമ്മുടെ ഫ്രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, ഇതുപോലെ മടക്കിയെടുക്കുക. നമുക്ക് ആവശ്യമുള്ള ലൂസിനനുസരിച്ചാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടത്. ഇനി നമ്മളിവിടെ ബോട്ടം ഭാഗത്ത് ഒരു ലൈൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു 3/4 ഇഞ്ച് നമുക്കത് മടക്കി തയ്ക്കുവാൻ വേണ്ടി നമ്മൾ ആ ഒരു കരവശം ആണത്. നമ്മുടെ ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 43 ഇഞ്ചാണ് ലെങ്ത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി 43.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മുകളിൽ വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ കറക്റ്റ് 43.5 ഇഞ്ച് വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണ് അല്പം താഴ്ത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത് വരച്ചിട്ടുള്ള ആ വരയിലേക്കാണ് നമ്മൾ അളവ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു ചുരിദാറിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് നമ്മൾ 6.25 ഇഞ്ചാണ്. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 6 ഭാഗത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. 6.25 ഇഞ്ച് കണ്ടോ. ഇനി നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു. 6.25 ഇഞ്ച് കേട്ടോ. ഇതുപോലെ വരും കേട്ടോ. 6.25 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് വരുന്നു. ഇനി നമ്മൾ നെക്കിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ 2.5 പോയിന്റിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ. 2.5 പോയിന്റിൽ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും 2.5 പോയിന്റിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ്. അപ്പോൾ നമ്മൾ ആദ്യം മുകളിൽ 1/2 ഇഞ്ച് തുന്നത്തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5 ഇഞ്ചാണ്. 5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഈ ഒരു റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിനുള്ളിലാണ് നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. നമ്മൾ മുകളിൽ നിന്ന് നമുക്ക് 13.5 ഇഞ്ചിലാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എടുത്തത്. അപ്പോൾ മുകളിൽ 1/2 ഇഞ്ച് തുന്നത്തുണി കൂട്ടി 14 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്ലിറ്റിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മുടെ അളവ് വരുന്നത് 23 ഇഞ്ചിലാണ്. അവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് ഇതുപോലെ വരുന്നു കേട്ടോ. ഇതുപോലെ വരുന്നു. നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ ഭാഗത്ത് നമുക്ക് 18 ഇഞ്ചാണ് ലൂസ് കിട്ടിയത്. അപ്പോൾ നമ്മൾ അവിടെ അതിൻ്റെ നേർപകുതി 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. പ്ലസ് ഒരു 1.25 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ് നമുക്ക് 16 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ നേർപകുതി 8 ഇഞ്ച് പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു. നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടിയ അളവ് 20 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 1 ഇഞ്ച് ഇവിടെ തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മൾ അല്പം ഒന്ന് തുണി നീക്കി വെക്കുകയാണ്. ബോട്ടം ഭാഗത്ത് നമുക്ക് 21.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്കവിടെ 10.25 ഇഞ്ചാണ് നമുക്കത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 10.25 മാർക്കിംഗ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 1 ഇഞ്ച് തുന്നത്തുണി കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ആദ്യം ഇവിടെ ഒരു ലൈൻ കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ നമ്മളിവിടെ നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണ് നേരെ കാണിച്ചു തരാൻ പറ്റാത്തത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ അല്പം ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ആ ഒരു മാർക്കുല ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ കണ്ടോ അല്പം ഷേപ്പ് ചെയ്തുകൊണ്ട് വരുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കുകയാണ് കണ്ടോ. ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് അല്പം ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മുടെ ആം ഹോളിൻ്റെ ഇറക്കം നമുക്ക് 6.25 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 3 ഒരു പോയിന്റിൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മുടെ കൈയുടെ തോൾ വശത്തുള്ള ലൂസ് നമ്മൾ 7.5 ഇഞ്ചിലാണ് കൈ കട്ട് ചെയ്യുക. അത് നമ്മൾ കട്ടിങ്ങിൽ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു അളവ് നമുക്ക് ഇവിടെ കിട്ടുമോ എന്ന് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ച് നമ്മുടെ തുന്നത്തുണി മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഈ ഒരു
നമ്മുടെ ഷേപ്പ് നമ്മൾ വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ കറക്റ്റ് ടൈപ്പിനെ കുടിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, നമുക്കത് 7.5 ഇഞ്ച് കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൈ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളത് കാണിച്ചു തരാം എങ്ങനെയാണത് കറക്റ്റായിട്ട് കിട്ടുക എന്ന്. കണ്ടോ, നമുക്കിതുപോലെ റൗണ്ടിൽ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്കിവിടെ നമ്മുടെ ഈ ഒരു മാർക്ക് വരെ നമുക്ക് കറക്റ്റ് 7.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. നമ്മളത് ചൂരിദാറിൽ നിന്ന് നമ്മൾ ആ ഒരു അളവ് നമ്മൾ എടുത്തിട്ടില്ല, നമ്മളത് ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തുകയാണ്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു തരാം എങ്ങനെയാണത് കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കിൽ കൂടി ആദ്യം കറക്റ്റ് കട്ട് ചെയ്തെടുക്കും. കേട്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കേട്ടോ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കേട്ടോ, നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗം നമുക്കൊന്ന് കറക്റ്റ് ചെയ്യുകയാണ്. കേട്ടോ, ആ ഒരു ഭാഗം നമ്മൾ കട്ട്. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗത്തുള്ള അളവിലും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കും. കേട്ടോ, ഇവിടെയും മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഡിസൈനെ നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇവിടെ കണ്ടോ നമ്മുടെ ആ ഒരു ഡിസൈനൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് പീസിനെയും ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ ആ ഒരു ബോട്ടം ഭാഗത്തൊക്കെ തുണിയൊക്കെ കറക്റ്റായിട്ട് കിട്ടുമോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഉൾവശത്തേക്കാണ് നമുക്ക് മടക്കിയെടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ ഫ്രണ്ട് പീസ് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തത് അതേ രീതിയിൽ തന്നെ നമ്മുടെ ബാക്ക് പീസിന് വേണ്ടിയും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഇതുവരെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ താഴോട്ടേക്കുള്ള ഇതുപോലെ വെച്ച് നമ്മളിത് ഈ ഒരു ഭാഗവും നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കും. അതുപോലെ തന്നെ ബോട്ടം ഭാഗവും നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമ്മളിവിടെ നമ്മുടെ നെക്കിൻ്റെ അളവ് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, നമ്മൾ ആ ഒരു അളവ് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ അതേ അളവിൽ തന്നെ നമ്മൾ താഴോട്ടേക്കും ഒരു ലൈൻ മാർക്ക് ചെയ്ത് ഒരു ലൈൻ കൊടുക്കുക. ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 3 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു തുന്നത്തുണി, പിന്നെ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മളൊന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും. കണ്ടോ, അപ്പോൾ നമ്മളത് റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പീസിനെ ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് പീസിനെ ഇങ്ങനെ എടുത്ത് മാറ്റി നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി കട്ട് ചെയ്യാൻ വേണ്ടി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ മുകളിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഒരു ലൈൻ കൊടുക്കുന്നു. ഇതുപോലെ ഡോട്ട്സ് ഇട്ടുകൊണ്ടാണ് വരയുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു അളവിനനുസരിച്ച് നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കട്ട് ചെയ്ത് കണ്ടോ ഇതുപോലെ കൈക്കുഴി കണ്ടോ കുഴിച്ച് കട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ഒരു അര ഇഞ്ചിൻ്റെ പീസാണ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. കണ്ടോ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവിനെ നമ്മൾ ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്ന ഡിസൈനനുസരിച്ച് കറക്റ്റ് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്നു. കണ്ടോ, 2 സ്ലീവിൻ്റെ ബോട്ടം ഭാഗത്ത് ആ ഒരു ഡിസൈനാണ് വരിക. ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയെടുത്ത് നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മടക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇനി നമ്മളിവിടെ നമ്മുടെ കൈയുടെ താഴ്വശം മടക്കി തയ്ക്കുവാനും നമുക്കിവിടെ ഒരു മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് മടക്കി തയ്ക്കാനുള്ള വീതിയിൽ നമുക്കൊരു മാർക്ക് നമുക്കിവിടെ ഒരു 3/4 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യാം. നമുക്കൊരു 18 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് കൈയുടേത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 18.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. നമ്മൾ രണ്ടാമത് വശത്ത് കണ്ടോ ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ 18.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് കൈ ഫിറ്റ് ചെയ്യുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ്. നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി 3.25 ഇഞ്ച് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10ൽ 1 ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്തത് 3.25 ഇഞ്ച്.
ഇനി നമ്മുടെ തോൾ വശത്ത് വരുന്ന ലൂസാണ്. അത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെതാണ് കാണേണ്ടത്. നമുക്ക് 32 ഇഞ്ചായിരുന്നു നമ്മുടെ ചെസ്റ്റ് അളവ് വരിക. അപ്പോൾ 32ൻ്റെ 4 ഭാഗം 8 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് 7.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. 7.5 ഇഞ്ച്. അപ്പോൾ ഇവിടെ നിന്ന് ടേപ്പിനെ ക്രോസിൽ പിടിച്ച് നമ്മൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണി. ഇനി നമുക്ക് എങ്ങനെയാണ് ചെസ്റ്റ് അളവ് 32 കിട്ടിയതെന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ എടുക്കേണ്ടത്. നമ്മുടെ കൈയുടെ താപുവശ ലൂസ് എത്രയാണോ അത് മാർക്ക് ചെയ്യുന്നു. നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ടാണ് വരേണ്ടത്. നേരെ വരയാൻ പാടില്ല. കൈയെ അല്പം ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്ത് വേണം വരയാൻ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കും കേട്ടോ. ഇതുപോലെ ഷേപ്പ് ചെയ്ത് അപ്പോൾ നമ്മൾ ഈ ഒരു അളവുണ്ടോ അത് നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ആം ഹോളും നമ്മൾ നോക്കിയത്. അപ്പോൾ നമുക്കത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ബാക്ക് പീസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ബാക്ക് പീസിൽ നമ്മളിവിടെ ഇവിടെ കേട്ടോ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആ ഒരു മാർക്കിംഗ് ആണ്. ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്ത് നമുക്കത് ഇന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് ആകുമോ എന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് തള്ളി വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ 1/2 ഇഞ്ച് തുന്നത്തുണി മുകളിലേക്ക് തള്ളി വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിൽ കൂടി നമ്മുടെ ആം ഹോളിനെ കറക്റ്റ് പിടിച്ചു കൊണ്ടുവരിക കണ്ടോ. നമ്മുടെ ആ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്കിങ്ങും നമ്മുടെ തോളിൻ്റെ മാർക്കിംഗ് കണ്ടോ നമുക്ക് കറക്റ്റായി കിട്ടുന്നത് കണ്ടോ. ഇതുപോലെ കിട്ടും, കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായി കിട്ടുമോ എന്നാണ് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്തിരുന്നത്. ബോഡി കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആം ഹോൾ ചെക്ക് ചെയ്തത് അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളിതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ ഒന്ന് നിവർത്തി വെക്കുക കേട്ടോ. 2 സ്ലീവും കൂടെ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നിവർത്തി വെച്ച് നമ്മുടെ ഫ്രണ്ട് ഭാഗം, കൈയുടെ ഫ്രണ്ട് ഭാഗം ഇവിടെ നിന്ന് നമ്മൾ സെൻറ്റർ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു മാർക്കിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് കൈയുടെ ഫ്രണ്ട് പീസ് നിന്ന് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട്. ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഈ ഒരു മാർക്കിന് തുടങ്ങി ഈ ഒരു മാർക്ക് വരെ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു കേട്ടോ. ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു ഫ്രണ്ട് ഭാഗത്ത് നിന്ന്. നമ്മൾ സ്ലീവിനെ ഇതുപോലെ വെച്ച് കേട്ടോ ചെറിയൊരു പീസ് നമ്മുടെ കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.